പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യ ആരാധന നടക്കുകയാണ്. നമ്മൾ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നത്. അപ്പം നമ്മുടെ യോഗ്യതയല്ല ശരിക്കും. ശതാധിപൻ ഈശോനെ കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. അതാണ് മനുഷ്യരാശിയുടെ ഈശോയുടെ മുമ്പിലെ ഏറ്റവും സ്യൂട്ടബിൾ പ്രെയറാണ്. കർത്താവേ, ഏറ്റു പറഞ്ഞ്, കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പം നമ്മുടെ യോഗ്യത, നമ്മളെ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അമ്മയുടെ മാധ്യസ്ഥമാണ്. അപ്പം അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ യോഗ്യതയിലാണ് 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷയായത്. അല്ലാതെ ഒരു ആശയപരമായ രീതിയിൽ ഈശോ ഉള്ള ഇടത്ത് അമ്മയുണ്ടാകുമെന്നുള്ള ഒരു ബ്രോഡായിട്ടുള്ള പെർസ്പെക്റ്റീവിലല്ല ചങ്ങൻ സംസാരിക്കണം. വളരെ പെർട്ടിക്കുലറായിട്ട് അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് ആരാധനയിൽ അമ്മ വന്നത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. അന്ന് എല്ലാവരോടുമായി ഞാൻ ആ സമയത്ത് പറഞ്ഞതാണത്. അന്ന് മുതൽ ഇന്ന് വരെ ദുരന്തത്തിനൊരു അറുതിയുമില്ല. പ്രാർത്ഥനയല്ലാതെ വേറെ ഇരുട്ടുകൊണ്ട് കൂട്ടുകടക്കാനുള്ള യാതൊരു മാർഗ്ഗം അതിൻ്റെ അകത്തില്ല. അതിപ്പോൾ നമുക്ക് വ്യക്തമായി. മനുഷ്യരാശി എത്ര കൊല്ലമായി എത്രയോ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞിട്ടും നമ്മളെപ്പോഴും 0- അണ്വായുധങ്ങളുമായി F-52 വിമാനവാഹിനികൾ സൗത്ത് ചൈന കടലിലെ അഭ്യാസങ്ങൾ നടത്തുകയാണ്. അതിനേക്കാൾ വലിയ ദുരന്തം എന്താ ഉണ്ടാകാൻ പോണത്? സൗത്ത് ചൈന കടലിലെ ഒരു വിഭാഗം ഇപ്പുറത്തും ഒരു വിഭാഗം അപ്പുറത്തുമായിട്ട് അണ്വായുധങ്ങളുമായിട്ട് അഭ്യാസങ്ങൾ നടത്തുന്നു. ഇവിടെയുള്ള ഈ പൊട്ട മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സംഭവം ഇതാണ്: അണ്വായുധങ്ങളുമായിട്ട് അഭ്യാസങ്ങൾ, തീ കൊണ്ട് കളിയാണ്. തീ കൊണ്ട് കളിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം തീ കൊണ്ട് കളിച്ചത് അമ്മയാണ്. എന്ത് തീ കൊണ്ട് കളിക്കണം നീ, പക്ഷെ എന്ത് തീ കൊണ്ട് നീ കളിക്കണം എന്ന് പറഞ്ഞത് അമ്മയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേ അവിടെയാണ് തീ കൊണ്ടുള്ള കളി വരണത്. എന്താ പറയണത്? നിൻ്റെ അറിവ് കേടും ഒന്നും ദൈവതിരുസന്നിധിയിൽ പ്രസക്തമല്ല. വെദർ യു നോ ഓർ നോട്ട്. നിനക്കെന്തറിയാം എന്നുള്ളത്. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാൻ പാടില്ലാത്തൊരു ജീവിയാണ്. അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺസെൻസ് പരിപാടിയാണ്. അതിന് ഭയങ്കര 0.012 വെയിറ്റ് ഉണ്ട്, അത് താഴെയാണ് കിടക്കണത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാ ജനങ്ങൾ ചത്തുമാറുകയല്ലേ. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ അറിവ് കൊണ്ട് അതൊക്കെ ഒരു വലിയ കഥയൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, അറിവ് ഉണ്ടെന്ന് പറയണവൻ അറിയേണ്ട കാര്യം അറിയുന്നില്ല. അറിയേണ്ട കാര്യം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവില്ലായ്മ ദൈവതിരുസന്നിധിയിൽ ഏറ്റുപറയുന്നതാണ് മരിയൻ ഫോർമുല എന്ന് പറയണത്. ഇപ്പം നിൻ്റെ കുടുംബത്തിൽ കടങ്ങൾ കയറി 18 കോടി കടമുണ്ടായിരുന്ന ആൾക്കാർ സാക്ഷ്യം പറഞ്ഞില്ല. എങ്ങനെയാണ്? ഒറ്റ രാത്രി കൊണ്ടാണ് ചേഞ്ച് ചെയ്യണത്. നമുക്കറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ഓപ്പറേഷനാണ്, പക്ഷേ രോഗി ഒന്നെങ്കിൽ
എന്താ അവസ്ഥയെന്നറിയത്തില്ല. ഇത് വളരെ റിസ്ക്കാണ്. നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ പണ്ട് MBBS മാത്രം പഠിച്ചിരുന്ന ഡോക്ടർമാർ നമ്മളോട് കാണുമ്പോൾ ചിരിച്ച് സന്തോഷമായിട്ട് കുഴപ്പമില്ല എന്നല്ലേ പറയണത്. ഇന്ന് MDയും 3 MDയും പിന്നെ സ്പെഷ്യൽ കോഴ്സും എല്ലാം എടുത്തിട്ട് അവർ പറയണത് റിസ്ക്കാണ് എന്നല്ലേ പറയണത്. അപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് എന്തുമാത്രം സങ്കീർണമായ മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും റിസ്ക്കാണെന്നാണ് മനുഷ്യൻ പറയണത്. എന്നുവെച്ചാൽ അറിയില്ലല്ലോ. ഈ അറിയില്ലല്ലോ എന്ന് പറയണ സംഭവം അത് ദൈവത്തോടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഈ രോഗിയോട് പറയുമ്പോഴാണ് പ്രശ്നം വരണത്. ഡോക്ടർമാർ ഇത്രയും പഠിച്ചിട്ടും സങ്കീർണമായ ഉപകരണങ്ങൾ അവിടെ കയ്യിൽ ഇരുന്നിട്ട് റിസ്ക്കാണെന്നല്ലേ പറയണത്. പണ്ടങ്ങനെ പറയത്തില്ലായിരുന്നു. അപ്പോൾ അറിയില്ലെന്നാണ് പറയണത്. അമ്മയും അത് തന്നെയാണ് പറയണത്, അറിയില്ലല്ലോ. പക്ഷേ പറഞ്ഞ ആൾ എന്താണ്? ദൈവത്തോടാണ് പറയണത്. ദൈവത്തിലേ എൻ്റെയും നിൻ്റെയും അറിവില്ലായ്മ ആദരവോടെ, എളിമയോടെ, വിനയത്തോടെ പറയേണ്ടത് ദൈവത്തോടാണ് എന്നാണ് അമ്മ ഭാഷ്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്താ പറയണത്? അറിയത്തില്ലല്ലോ എന്ന് പറയും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇപ്പോൾ ലൂക്ക 1:34 അനുസരിച്ചുള്ള വചനങ്ങൾ. അറിയില്ല, നിസ്സാരമല്ല. നീ ദൈവതിരുസന്നിധിയിൽ വന്നൊരു മനുഷ്യൻ ആദ്യം പറയേണ്ട സംഭവമാണ്. 3000 കൊല്ലം കൂടി നമ്മൾ അഡ്വാൻസ് ആയാലും നമുക്കൊന്നും അറിയാൻ പറ്റാത്ത അവസരം എത്തിവരും. അതുകൊണ്ട് കൊറോണ ഒരു പാഠമാണ് ശരിക്കും. എത്ര ഉയരത്തിലേക്ക് മനുഷ്യൻ പഠിച്ചാലും ഒരു വൈറസിൻ്റെ മുമ്പിൽ പോലും നിസ്സഹായമായി നിൽക്കുന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് അറിയില്ലല്ലോ എന്ന് പറയണത്. ഇതെങ്ങനെ സംഭവിക്കും? ഇതിനെ എങ്ങനെ തരണം ചെയ്യും? എങ്ങനെയാണ് ഈ കോവിഡിനെ തരണം ചെയ്ത് പഴയ ജീവിതത്തിലേക്ക് വരണത്? അറിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവം നൽകുന്നൊരു മറുപടിയുണ്ട്. പരിശുദ്ധ അമ്മയോടാണ് അത് പറയത്തുള്ളൂ. അതാണ് പ്രശ്നം. ഈ ചോദ്യം ദാവീദ് ചോദിച്ചാൽ ചിലപ്പോൾ പറയത്തില്ല. ഈ ചോദ്യം പത്രോസ് ചോദിച്ചാൽ പറയത്തില്ല. ചോദിക്കേണ്ട ആൾ ചോദിക്കണം. അതാണമ്മ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോടാണ് കർത്താവ്, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, പ്രത്യേക ദൈവം, ഏകസത്യ ദൈവം രഹസ്യം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇതിനെ രക്ഷപ്പെടാൻ മാർഗമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്നിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവാണ്? അത്യുന്നതൻ്റെ ശക്തി. അപ്പോൾ നമ്മൾ എളിമയോടെ നിസ്സഹായ അവസ്ഥ ദൈവതിരുസന്നിധി വിനയത്തോടെ പറയുമ്പോൾ ദൈവം മനസ്സ് തുറക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാനുള്ള അടിസ്ഥാന നടപടികൾ ഒന്നാണിത്. എന്താണ്? അതുകൊണ്ടാണ് അമ്മ പറയുക, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. അതായത് ഉള്ളതുപോലെ അപ്പാ, വേറെ മാർഗമില്ല, കടങ്ങൾ പരിഹരിക്കാൻ മാർഗമില്ല, വരുമാനം ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുടുംബനാഥൻ രോഗിയാണ് എന്ന് നമ്മൾ ദൈവതിരുസന്നിധി വിനയത്തോടെ പറയുമ്പോൾ, അത് വിനയത്തോടെയാണ് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് മരിയൻ കൃപ കിട്ടിയതുപോലെ നിനക്കും കിട്ടും. എന്താണ്? ദൈവം അവിടുന്ന് തൻ്റെ ദാസ്യം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:48. എന്താ അമ്മ പറയണത്? ഉള്ളതുപോലെ ദൈവദർശനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും, ദൈവശക്തി വരും. ഇപ്പം നീ രോഗിയാണ്, നിൻ്റെ മനസ്സിന് ഇടിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ രോഗിയാണ്, എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്, എന്നെക്കൊണ്ട് ആശ്രയം ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിതമൊക്കെ ഇപ്പോൾ ഇരുട്ടിലാണ്, എങ്ങനെ ഇതിനെ തരണം ചെയ്യും എന്ന് കർത്താവിൻ്റെ തിരുസന്നിധി നീ എളിമയോട് ചോദിക്കണം. അതാണ് അമ്മ ചെയ്തത്. അവിടെ അതാണ് പരിശുദ്ധ. ഇപ്പോൾ ലൂക്ക 1:35 നമ്മൾ എന്നാ പറഞ്ഞത്? ഇത് ഒരു പരിശുദ്ധാത്മാവ് ലഭിക്കാണ്ട് ഒരു മരിയൻ വേ ആണത്. മരിയൻ വേ.
എന്താണ്? എളിമയോടെ ദൈവസന്നിധി ഉള്ളതുപോലെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വഴിയുണ്ടാവും. എന്താണ്? ഇപ്പം നിൻ്റെ കടം, നിൻ്റെ കല്യാണം, നിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, നിൻ്റെ അയൽവാസിയുടെ തരത്തിൽ നിന്നോട് മെക്കെട്ട് കയറണത്, അതിർത്തി തർക്കം, വർഷങ്ങളായുള്ള കേസ്, ഇതെങ്ങനെ തരണം ചെയ്യും? എനിക്ക് അതിനുള്ള ആവതില്ലല്ലോ, രാഷ്ട്രീയമില്ലല്ലോ, എൻ്റെ വീട്ടിൽ അത്ര വോട്ടില്ലല്ലോ, ഇങ്ങനെ കുറേ സങ്കടങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അമ്മയാണ് ഇതിനൊക്കെ നമുക്കൊരു മാതൃക. അപ്പോൾ ഉള്ളതുപോലെ പറയാം, അപ്പാ ഇതെങ്ങനെ ഇതിനെ അതിജീവിക്കും? ഒരു മാർഗ്ഗമില്ലല്ലോ. തണ്ടും ത്രാണിയും ശേഷിയും ശമിഷിയും ഒക്കെ ഉള്ള അമ്പിടരൊന്നും എനിക്കില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളത്. അത് തന്നെയല്ലേ, ഞാനങ്ങനെ ആരുടെയും കഴുത്തേക്ക് കയറണമല്ല, ദൈവഭയത്തോടെ ഇല്ല എന്നൊക്കെ നമ്മൾ ഉള്ളതുപോലെ ദൈവത്തിന് പറയുമ്പോൾ വിഷയം മാറും. എല്ലായിടത്തും അങ്ങനെ. അപ്പോഴാണ് ഉടനെ പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ഇനി നിൻ്റെ ശക്തിയല്ല. അതാ Luka 1:35, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അതാണ് തീ കൊണ്ടുള്ളൊരു കളി എന്ന് പറയണത്. അതൊരു കളിയാണ് പരിശുദ്ധാത്മാവ് വരണത്. തീനാമ്പുകളിലെ ഇപ്പം അപ്പോസ്തലന്മാരും ദൈവത്തോട് എന്താ ചോദിച്ചത്? ഞങ്ങൾ വിലയുമില്ല കൂലിയുമില്ല ഉള്ളവൻ കൂടെ ഉണ്ടാകുന്ന ആത്മഹത്യ ചെയ്ത് ഇല്ലേ, ഞാനാണെങ്കിൽ അങ്ങയെ തള്ളിപ്പറഞ്ഞ് ആകപ്പാടെ കശ്മലനായി, ഒരു പിടിയും പാടില്ല, ഒരു പിടിപാടും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു പത്രോസിന്. പത്രോസും ദൈവത്തോട് ചോദിച്ചതാണ്, അപ്പാ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ലഭിക്കണത്. അതുകൊണ്ടല്ലേ നടപടി 2-ാം അധ്യായം 3-ാമത്തെ വാക്യമില്ലേ, അതും ഒരു തീ കൊണ്ടുള്ള കളിയാണ്. നമ്മുടെ തീ കൊണ്ടുള്ള കളി, വിശ്വാസിയുടെ തീ കൊണ്ടുള്ള കളി അങ്ങനെയാണ്. അണ്വായുധ അഭ്യാസങ്ങളല്ല മനുഷ്യരാശിക്ക് വേണ്ടത്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. ശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് കർത്താവിൻ്റെ വചനങ്ങൾ ഇതുപോലെ അമ്മയെപ്പോലെ അതിനേക്കാൾ തീഷ്ണമായ ചില ജീവിത സാഹചര്യങ്ങൾ ഈശോയ്ക്കുണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് എൻ്റെ കുറച്ച് ഭാഗം കണ്ടതാണ്. ഗ്രീക്കുകാർ വന്ന ദിവസം ഗ്രീക്കുകാർ വന്ന് ഞങ്ങൾക്ക് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞ സമയം, ആദ്യമായിട്ടാണ് ഒരു വിജ്ഞാന അക്കാഡമിക്കായിട്ടുള്ള ഒരു കരിയറുള്ള ജനങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് വരുന്നത്. ആധ്യാത്മികതയിലേക്ക്, അക്കാഡമിഷ്യൻസൊക്കെ ആധ്യാത്മികതയിലേക്ക് വരണ ഒരു സമയമാണ്. പക്ഷെ അക്കാഡമിക് ആൾക്കാർ അന്വേഷിക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പുതിയ മാർഗങ്ങളൊക്കെ അന്വേഷിച്ചാണ് വരണത്. അപ്പോഴേ കർത്താവ് പറഞ്ഞു, ജ്ഞാനമാർഗം അല്ല, കർമ്മമാർഗമാണ് എൻ്റേത്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയണത് കർമ്മത്തേക്കാൾ വലിയ സമർപ്പണത്തിൻ്റെ മാർഗമാണെന്ന് പറഞ്ഞു. കർമ്മം ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ചില ഔദാര്യങ്ങളോ ആനുകൂല്യങ്ങളോ ആണ്. ആ വ്യക്തി തന്നെ അഴിഞ്ഞു മാറുന്ന സമർപ്പണത്തിൻ്റെ മാർഗമാണ് എൻ്റെതെന്ന് പറഞ്ഞു. അവിടെ ഭക്തിയും ജ്ഞാനവും കർമ്മവും അപ്പുറത്ത് ഒരു സ്വയംദാനത്തിൻ്റെ മാർഗമാണ് എൻ്റേത് എന്ന് പറഞ്ഞു. അത് അവർക്ക് അപ്പീലിംഗ് അല്ലാതെ ആയിരിക്കും മിക്കവാറും ഗ്രീക്കുകാർ തിരിച്ചു പോയത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ ആത്മാവ് പെട്ടെന്ന് അസ്വസ്ഥമായല്ലോ എന്ന് പറഞ്ഞു. കാര്യം തൻ്റെ മാർഗം സ്വയംദാനത്തിൻ്റെ സമർപ്പണ മാർഗമാണെന്ന് കർത്താവിനെ തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് ആ ഗ്രീക്കുകാർ വന്നത്. ഇങ്ങനെ കുറേ ആൾക്കാർ ഈശോൻ്റെ അടുത്ത് വരും. ചിലപ്പോൾ ലോകത്തിൻ്റെ അധികാരി വരും,
ചിലപ്പോൾ മാലാഖമാർ സന്ദർശിക്കാൻ വരും. ഇതെല്ലാം തൻ്റെ പാഷനെക്കുറിച്ചുള്ള കോൺഷ്യസ് കർത്താവിന് കൊടുത്തിട്ട് പോകും. ഓരോ ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതത്തിൽ വരണത്, ഓരോ വ്യക്തികൾ നമ്മളെ സന്ദർശിക്കണത് സന്തോഷകരമാണെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ ലോകത്തിൻ്റെ ഒരു സന്ദർശനമാണെന്ന് വേണേൽ പറയാം. ദൈവത്തിൻ്റെ സന്ദർശനം കഴിഞ്ഞു പോകുമ്പോൾ, ദൈവ സന്ദേശം തന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. നമ്മുടെ അഴിച്ചിലിനെ കുറിച്ചായിരിക്കും അത് പറയണത്. അപ്പോഴീശോ പറഞ്ഞു, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ, എന്ത് പറയേണ്ടു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് ഇങ്ങനെയുള്ള സമയത്ത് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഈശോ ചോദിക്കുന്നത്. വണ്ടർഫുൾ, എൻ്റെ ആത്മാവ് ഇപ്പോൾ അസ്വസ്ഥമാണ്. ഇപ്പോൾ ഡോക്ടർ പറയും നിനക്ക് പ്രഷർ കൂടുതലാണ്, ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് അസ്വസ്ഥമായി അല്ലേ, നമ്മുടെ മനസ്സസ്വസ്ഥമായി. അപ്പോൾ അസ്വസ്ഥമാകുന്ന സമയത്ത് മനുഷ്യന്, ഇപ്പം നമ്മുടെ ലുക്കായുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് 12:27. വിശുദ്ധ യോഹന്നാൻ 12:27, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അപ്പോസ്തലന്മാർ ഈശോനോട് ചോദിച്ചില്ലേ, ഈശോ അസ്വസ്ഥത വരുമ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടു, അതുപോലെ അത് നീ ചെയ്തതിന് ശേഷം നീ ഓക്കെ ആകണത് ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾക്ക് അസ്വസ്ഥത വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വണ്ടർഫുൾ. തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ് ഈ വചനങ്ങൾ. അതായത് ഇപ്പോൾ ലൂക്ക 12:27, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു, ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പം നമുക്ക് കടങ്ങൾ, ജപ്തി നടപടി വന്നു. ഇപ്പോൾ കൊറോണയാണെങ്കിലും ബാങ്കുകാർക്ക് ചിലർക്ക് മനുഷ്യനെ വിഷമിപ്പിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പലിശയൊക്കെ മേടിച്ച് മനുഷ്യനെ അവരവരുടെ കാര്യം സേഫും സെറ്റുമായി അവർക്ക് നല്ല പെൻഷൻ കിട്ടാൻ വേണ്ടി, ഫയൽ റിമാർക്സിലായിരിക്കാൻ വേണ്ടി അവർ നമ്മളെ വേട്ടയാടും ചില സമയത്ത്. അപ്പം നമ്മൾ ജപ്തി നടപടിയൊക്കെ ഈസിയായിട്ട് വരും. അപ്പോൾ അവരുടെ ഫയൽ ക്ലോസ് ചെയ്ത് അവർ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അസ്വസ്ഥമായാലൊന്നും അവർക്കൊന്നും വിഷയമല്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഏജൻറ്റ്, ഇപ്പോൾ ഈശോനെ ഗ്രീക്കുകാരെ സന്ദർശിച്ച പോലെയാണ് നമ്മൾക്ക് ചിലപ്പോൾ ജപ്തി നടപടി വന്നു വെച്ചും പോസ്റ്റ്മാൻ വന്നിട്ട് നമുക്ക് പേപ്പർ വന്നിട്ട് പോകണത്. നമ്മൾ അവർ പോയി കഴിയുമ്പോൾ അസ്വസ്ഥമാകും. അപ്പോഴും നമ്മൾ ചോദിക്കും, ഞാനെന്ത് പറയണ്ടേ? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവവേദന ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈശോനെ അസ്വസ്ഥമാക്കിയ അതേ സാഹചര്യങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനിന്ന് ഈ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ അസ്വസ്ഥനായത്. അവൻ ദൈവത്തോട് ചോദിച്ചത്, വാട്ട് ഐ ഷാൽ ഡു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, അനിഹിലേഷൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെതാണ് നിൻ്റെ വഴി എന്നറിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ്, കൊതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. ഹി വാസ് സബ്മിസ് യു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഗ്രീക്കുകാർ പോയി കഴിഞ്ഞിട്ട് ഉടനെ എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? അതാണ് ലൂക്ക 1:12-27. എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? പിതാവേ, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അപ്പാ പറഞ്ഞു, പരിശുദ്ധാത്മ പറഞ്ഞു, ഈശോ അസ്വസ്ഥമാകുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയേണ്ടു, ഞാൻ എന്ത് പ്രാർത്ഥിക്കേണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ മരണകരമായ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കും എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എന്നാ
പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങയുടെ നാമം പൂജിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അസ്വസ്ഥത വരുമ്പോൾ അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഈശോ ഉടനെ പ്രാർത്ഥിച്ചത്. അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രുതികടേ ശ്രുതികട ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചേ. പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ, അസ്വസ്ഥത വരുമ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അതാണ് ലുക്ക നടപടി യോഹന്നാൻ 12:27. ഞാൻ എന്ത് പറയേണ്ടു? ഞാൻ എന്താണ് ഇങ്ങനെ അസ്വസ്ഥത വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? ജപ്തി നടപടി വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഡോക്ടർ ഓപ്പറേഷൻ നിശ്ചയിച്ച് കഴിയുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പരീക്ഷയിൽ ഒരു പേപ്പർ പോയി കഴിയുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അസ്വസ്ഥത വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ദൈവത്തിന് നീ മനസ്സിലാക്കണം. അസ്വസ്ഥത വരുമ്പോൾ വേറെ ഒന്ന് വെള്ളമടിക്കലേ ചെയ്യേണ്ടത്. ചില ആൾക്കാർ അസ്വസ്ഥത വരുമ്പോൾ നേരെ 2 പെക്കെടുത്ത് വീശും. അത് ഇരുട്ട് കൊണ്ട് എങ്ങനെയാണ് ഊട്ട് നടക്കണത്? നടക്കത്തില്ല. അതല്ല, നമുക്കൊരു വഴി കർത്താവ് തന്നിട്ടുണ്ട്. അസ്വസ്ഥത വരുമ്പോൾ ഇപ്പം കല്യാണം, ഇപ്പം നിൻ്റെ ഭർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് ആക്കാൻ പോകണമെന്ന് പറഞ്ഞു. നിൻ്റെ മക്കൾ ചിലപ്പോഴും നിന്നെ അനുസരിക്കണില്ല. അപ്പോൾ നിൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ എന്ത് പറയണ്ടു? ഞാൻ എന്ത് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അസ്വസ്ഥത വരുമ്പോൾ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയും. എന്താണ് പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഈ പാഠമാണ് പിന്നീട് ഈശോ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്നത്. അതാണ് ലൂക്ക 1 യോഹന്നാൻ 12:28. എന്താ പറയണത്? അപ്പാ ഞാൻ എന്ത് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉടനെ പരിശുദ്ധാത്മ പറയും, നീ അപ്പായുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ പറയും. എന്നുവെച്ചാൽ അങ്ങയുടെ നാമം പൂജിതമാകാൻ പറയും. ഉടനെ ഈശോ പറയും, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടെ നിന്നാണ് സ്വർഗസ്ഥനായ പിതാവ് വരണത്. അപ്പാ അങ്ങയുടെ നാമത്തെ ദൈവവേദലേ, നീ ഇപ്പോഴേ കർത്താവിനെയാണ് കേൾക്കണത്. നീ ഓർക്കണം, നമ്മുടെ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. ഈ മരണവും ചമ്മട്ടിയും തള്ളിപ്പറച്ചിലും ഒറ്റുകൊടുക്കലും എല്ലാം കണ്ടവനാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞെരുക്കങ്ങളും ജയവും ഒരുമിച്ച് പോണതാണ്. ഇപ്പം 16:33 യോഹന്നാൻ്റെ സുവിശേഷം. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഈശോക്ക് ഉണ്ടായല്ലോ, ആത്മാവ് അസ്വസ്ഥമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോ ലോകത്തെ ജയിച്ചത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഈശോ ലോകത്തെ ജയിച്ചത് എങ്ങനെയാണ്? ഈ സ്വർഗസ്ഥനായ പിതാവ് വിജയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അസ്വസ്ഥമായപ്പോഴാ അസ്വസ്ഥത ഈശോ എങ്ങനെയാണ് ജയിച്ചത്? ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവവേദലെ, നിനക്കോ എനിക്കോ എന്തെങ്കിലും ഇതുപോലെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന നിമിഷം വന്നാൽ ആ നിമിഷം നീ മുട്ടേ നിൽക്കണം. എന്നിട്ട് പറഞ്ഞ, അപ്പാ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയണം. ശ്രുതികട ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി എപ്പോൾ എന്ത് സംഭവിച്ചു? ഈശോ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൻ്റെ മനസ്സിന് സബ്മിഷനായപ്പോൾ എന്നാ സംഭവിച്ചു? ഒരു വലിയ സംഭവം നടന്നു. ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ അധികാരിയെ പുറന്തള്ളാൻ പറ്റും. 12:31 യോഹന്നാന്റെ സുവിശേഷം 12:31. ശ്രുതികട ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി.
ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. തിന്മയുടെ ശക്തിയെ പുറന്തള്ളപ്പെടാനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ടാണ് സഭ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നത് എന്താണ്? പ്രെയർ ഓഫ് ഡെലിവറൻസാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ കുർബാന, സൂര്യമലബാർ കുർബാന അതിൻ്റെ കൂടെ തന്നെയാണ് ആ പ്രാർത്ഥന. ലാറ്റിൻ കുർബാനയിൽ അതിന് ശേഷമാണ് ആ പ്രാർത്ഥന. എന്താണ്? കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഏറ്റു പറഞ്ഞേ, എല്ലാ തിന്മകളിൽ നിങ്ങൾ മോചിപ്പിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ ക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്രദ്ധിക്കട്ടെ. പിതാവ് എന്നാത്തിൻ്റെ പ്രാർത്ഥനയാണ്? സാത്താനെ പുറന്തള്ളുന്ന പ്രാർത്ഥനയാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തുന്ന പ്രാർത്ഥനയാണ്. നീങ്ങനെ നിലം പരിശായി കിടക്കത്തില്ലേ? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ പോലെ കിടക്കുമ്പോഴും ഇവിടുന്ന് പുതിയ നാമ്പ് ഉയർന്നു വരുന്നത് എങ്ങനെയാണ്? ഈ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഭൂമിയിൽ നിന്ന് ഞാൻ ഉയർത്തപ്പെടും. എൻ്റെ കൂടെ പറയണതാണ്, ഭൂമിയിൽ നിന്ന് ഞാൻ ഉയർത്തപ്പെടും. ഈശോ കുരിശിലാണ് ഇങ്ങനെ ഉയർത്തപ്പെടുന്നത് അല്ലേ? അപ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഉയർത്തപ്പെടുക എന്നുള്ളത് നമ്മുടെ അസ്വസ്ഥതയ്ക്ക് ശേഷം വരുന്ന സബ്മിഷന് ശേഷം വരുന്നതാണ്. ചില കാര്യങ്ങൾ വിൽ ഓഫ് ഗോഡിന് നമ്മൾ അഡ്ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കർത്താവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, വരട്ടെ, കർത്താവ് ചെയ്യട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് പറഞ്ഞത്, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ചാൽ അങ്ങയുടെ നാമത്തെ പൂജിതമാക്കണമേ, അങ്ങയുടെ രാജ്യം എവരിത്തിങ് ഈസ് അവർ ഫാദർ ഇൻ ഹെവൻ പ്രെയറാണ് എല്ലാം. ഈശോ ഇവിടെയാണ് സ്വർഗസ്ഥനായ. അപ്പം ഒരു അസ്വസ്ഥതയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രെയർ ഓഫ് ഡെലിവറൻസും അവർ ഫാദർ എല്ലാം രൂപപ്പെട്ട് വരണത്. എന്നിട്ട് പിന്നെ ഈശോ പറയും എങ്ങനെയാണ്? പിന്നെ എല്ലാം ഈശോ പറഞ്ഞ വാക്കുകൾ എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ ഗെത്സമേൻ പ്രേയറുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആണിത്. ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ടണൽ പോകുന്നുണ്ട്, ഇതിലേ കൂടി അതായത് നമ്മുടെ ഈ യോഹന്നാൻ്റെ 12 12ൻ്റെ 27 28 ഞാനെന്ത് പ്രാർത്ഥിക്കണം? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ ഒരു ടണൽ അന്തർഭാവമായിട്ട് നേരെ പോകണത് മർക്കോസിൻ്റെ സുവിശേഷം 14:35-36 പോണത്. അവിടെ എന്താ പറയുക? അവിടെയും സ്വർഗസ്ഥനായ പിതാവ് തന്നെ പ്രാർത്ഥിക്കണത്. അപ്പോഴാൾ ചോര വിയർത്തൊരു സമയമായിരുന്നു ഗെത്സെമനിയിലും അസ്വസ്ഥയുടെ സമയത്ത് ഈശോ പ്രാർത്ഥിക്കണത്. ഈ അവർ ഫാദർ ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. ഞാൻ എന്തിനാ എൻ്റെ സഹോദരനോട് ഇങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾ അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊരു ലിപ് സർവീസ് അല്ല, മറിച്ച് ഇതാണ് നമുക്ക് ഭൂമിയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഭൂമിയിൽ ഞാനങ്ങയെ മഹത്വപ്പെടുത്തി എന്നല്ലേ പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങണത്? യോഹന്നാൻ 17:4 ഗെത്സമനി ഈശോ എന്ന് പറഞ്ഞ് തുടങ്ങണത് സ്വർഗസ്ഥനായ പിതാവ് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണത്. എന്താണ്? മുട്ടുകുത്തിയിട്ട് പറ, അപ്പാ ഗ്ലോറിഫൈ യുവർ സൺ, പുത്രനെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പറയണതാണ്. കാരണം എന്താണ്? അപ്പം ആ ഈ ഭൂമിയിൽ നമുക്കെന്താ ചെയ്യാനുള്ളത്? ഭൂമിയിൽ ഈശോ എന്നാ ചെയ്തത്? യോഹന്നാൻ 17:4 എന്താ ചെയ്തത്? ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ളത് സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യണം. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്, വെരി സിമ്പിൾ. ചൊല്ലലും ചെയ്യലും. സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുകയും സ്വർഗസ്ഥനായ പിതാവ് ചെയ്യുകയും. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം. വളരെ സിമ്പിളാണ്, വെരി ഇഫക്റ്റീവാണ്, വളരെ ക്ലിയറാണ് ശരിക്കും.
ചൊല്ലുക ചെയ്യുക. എന്ത്? സ്വർഗസ്ഥനായ പിതാവ്. ഗെത്സേമനിലെ അവസാനം മുട്ടുകുത്തുമ്പോഴും 17:4 പറയും, അപ്പാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ആ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുടങ്ങിയിട്ട് അവസാനവും ഈശോ തന്നെയാണ് പറയണത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. പക്ഷേ ആദ്യം യോഹന്നാൻ പറയും ഈശോ എന്നാ സംസാരിച്ചതെന്ന്. ആദ്യത്തെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ വരിയാണ് ഈശോ സംസാരിക്കുന്നത്. ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകെ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് അത്. മർക്കോസിലേക്ക് വരുമ്പോൾ 14:35-36 വരുമ്പോൾ വീണ്ടും ഈ ചോര വിയർക്കുമ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥന. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12:24 ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി തുടരുമെന്ന് തോന്നുന്നു. അഴിയുന്നെങ്കിലും അത് സമൃദ്ധമായ വിളവ് നൽകുന്നുവെന്ന്. ആ നിലത്ത് വീണ് അതേ ആ വാക്കിനോട് ചേർത്താണ് എങ്ങനെയാണ് നിലത്ത് വീണത് ഗോതമ്പ് മണി എന്ന് പറയാൻ വേണ്ടി മർക്കോസ് പറയും 14:35 അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണു. ദിസ് ഈസ് തിങ്. നിലത്ത് വീഴുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രുതികട്ടെ. മർക്കോസ് 14:35 അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണു. സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു എന്നല്ലേ, ഞാൻ എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്ത് പറയേണ്ടു അവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം. അവൻ പ്രാർത്ഥിച്ചു, അപ്പാ പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. ചോര വിയർത്ത് ശ്വാസം തളർന്ന് കിടക്കുമ്പോഴും അപ്പായെ മഹത്വപ്പെടുത്തുന്ന ഒരു ഈശോ ഇല്ലേ? This is Jesus. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. മർക്കോസ് 14:36 തിരുവചനം. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. സ്വർഗസ്ഥനായ പിതാവാണ് പ്രാർത്ഥിക്കണേ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ മക്കളെ, ഈ സ്വർഗസ്ഥനായ പിതാവ് ഈശോ ചോര വിയർത്ത് പ്രാർത്ഥിച്ചതും പ്രയോഗിച്ചതുമാണ്. ചോര വിയർക്കുമ്പോഴും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ പ്രാർത്ഥന ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ പാപ്പ ക്രോസ് എന്നും പറഞ്ഞ സംഭവമുണ്ട്. പാപ്പ ക്രോസ് നമുക്കറിയത്തില്ലേ? കുറേ തരം കുരിശുകളില്ലേ? ഇപ്പം ഗ്രീക്ക് ക്രോസ് ഉണ്ട്, ലാറ്റിൻ ക്രോസ് ഉണ്ട്, അതുപോലെ തന്നെ കൽദയ സഭയുടെ ക്രോസ് ഉണ്ട്. ഓരോരോ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഓരോ തരം കുരിശുകളുണ്ട്. ഇതുപോലെ പാപ്പ ക്രോസ് എന്നും പറഞ്ഞൊരു ക്രോസ് ഉണ്ട്, പേപ്പൽ ക്രോസ്. പേപ്പൽ ക്രോസിൻ്റെ പ്രത്യേകത
ഈ പേപ്പർ ക്രോസ് നമ്മുടെ പത്തോസിൻ്റെയൊക്കെ കയ്യിൽ, പത്തോസിൻ്റെ സ്റ്റാച്യു ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും പേപ്പർ ക്രോസാണ് കയ്യിരിക്കണത്. നമ്മൾ സാധാരണ ക്രോസിന് ഒറ്റ വെട്ടല്ലേ ഉള്ളൂ, പേപ്പർ ക്രോസിന് 3 വെട്ടുണ്ടാവും. ജോൺ പോൾ മാർപ്പാപ്പ ഈ ബോയൻ്റെ ആരോ പോലുള്ള പാപ്പായുടെ ഒരു ഐക്കൺ പോലെ ഇരിക്കുന്ന ഒരു കുരിശ് ഉപയോഗിച്ചായിരുന്നു. അതൊക്കെ മുമ്പ് 89 ഉപയോഗിച്ച കുരിശാണ് പേപ്പർ ക്രോസ്. അവസാനം ജോൺ പോളാണ് അത് ഉപയോഗിച്ചതെന്ന് തോന്നണേ. അതായത് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് എന്താണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആദ്യത്തെ വെട്ടം എന്താണ്, ആദ്യത്തെ കുറിച്ച് എന്താണ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അത് ആദ്യത്തെ കുറിച്ച്. ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കണ എന്തിനാണ്, അവനവൻ്റെ പേരിനെ ആണ് അല്ലേ. അവൻ്റെ ഇപ്പം അഭിമാനം എന്നൊക്കെ പറയത്തില്ലേ, അഭിമാനം. ഇപ്പോഴെങ്ങാനും ഇപ്പോൾ ഈ അമേരിക്കൻ സേന അവിടുന്ന് തിരിച്ചു പോന്നാൽ അവർ പറയും ചൈനയെ പേടിച്ചിട്ട് ഞങ്ങൾ പോയതാണെന്ന്. അപ്പോൾ അവർക്കവരുടെ പേരുണ്ട്. അങ്ങനെ പേരുണ്ടെങ്കിലും ഈ ദുരഭിമാനം വരുമ്പോൾ ചിലപ്പോൾ അത് വലിയ അക്രമത്തിലേക്കും ആത്മനാശത്തിലേക്കും വരും അല്ലേ. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ വഴികൾ എപ്പോഴും സ്വയം ദാനത്തിൻ്റെ വഴികളാണ്. അതാണ് ഗോതമ്പ് മണി നിലത്തി വീണഴിയണം, ഇപ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും എന്നൊക്കെ പറയുന്നതില്ലേ. ഉയർത്തുമ്പോൾ എപ്പോഴും എങ്ങനെ ഉയർത്തണത്, അത് ഓരോ വെട്ടിലാണ്. ഇത് ഇങ്ങനെ സ്വർഗത്തോടെ ഇങ്ങനെ ലംബമായി നിൽക്കുന്ന കുരിശിൻ്റെ കൂടെ എല്ലാവരും പേരിന് വേണ്ടിയല്ലേ ജീവിക്കണത്. എല്ലാം നല്ലതുപോലെ ആൾക്കാർ ചെയ്യണതും ഓരോ കാര്യങ്ങൾ ചെയ്ത് പത്രങ്ങളിലൊക്കെ വാർത്തയൊക്കെ വരണതും എല്ലാം ഒരു പേരുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു ആന്തരികമായ ഒരു പ്രകൃതിയാണ്. ഈ ആന്തരിക പ്രകൃതിയെ അഴിഞ്ഞു പോകണമെന്നാണ് ഈശോ പറയണത്. അതേപടി ഇരിക്കരുതെന്ന് പറയും. ഗോതമ്പ് മണി അതേപടി ഇരിക്കരുതെന്ന് പറയും. അതേപടി ഇരിക്കാതിരിക്കാനാണ് ഈ വെട്ടണത്. ഇതൊരു സമർപ്പണത്തിൻ്റെ വഴികളാണ് ശരിക്കും. ക്രിസ്ത്യാനിറ്റി വളരെ മനോഹരമാണ്, അതേസമയം വളരെ ലളിതവുമാണ്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രയോഗ മേഖലകളിൽ വരുമ്പോൾ നമ്മളത് ജീവിക്കാൻ വേണ്ടി തന്ന പ്രാർത്ഥനയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, ദൈവനാമത്തെ പൂജിതമാക്കണം. അപ്പോൾ നമ്മളെങ്ങനെ ദൈവനാമത്തെ പൂജിതമാക്കണത്? കർത്താവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അങ്ങയുടെ നാമം പൂജിതമാകണം. ഒരു വിഷയത്തിൽ ദൈവവചനം എന്താണ്? ഇപ്പോൾ ഞാൻ കൃപാസനത്തിന് നിങ്ങളെ കുറച്ച് പൈസ നിങ്ങൾക്ക് തന്നു സ്ഥലം വാങ്ങിക്കാൻ. കാര്യം ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിയുമ്പോഴും അതുപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ 8 മണിക്കൂറൊക്കെ നിന്ന സ്ഥലമാണിത്. ഇപ്പോൾ നമുക്കൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കർത്താവിൻ്റെ വചനം പാലിച്ചു. എന്ത് വിലക്കാണ് നമ്മളത് എടുത്തത്, അവർ തരണത്, അത് തന്നെ നമ്മൾ പ്രമാണത്തിൽ കാണിക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അതാണ് അഴിച്ചിലെന്ന് പറയണത്. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലുള്ള പറമ്പിന് ഓരോ വില ഉണ്ടാവുമല്ലോ ഗവൺമെൻറ്. അത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്, അതൊരു സർക്കാരിനെ പറ്റിക്കലോ കള്ളത്തരവോ എന്തൊക്കെയാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും ശരിക്കും. പക്ഷേ എന്നാലും നമ്മൾ കർത്താവിൻ്റെ വചനമാണല്ലോ പാലിച്ചതെന്ന് പറയുമ്പോൾ ദൈവനാമം പൂജിതമാകും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ദൈവനാമമുണ്ട്. ദൈവനാമം പൂജിതമാകും. അപ്പോൾ നമുക്ക് കുറേ നഷ്ടമുണ്ടാകും. ഈ ലോകത്തുള്ള ലാഭം എന്തുണ്ടാക്കിയാലും അവസാനം പോകുമല്ലോ. നമ്മളെന്തുണ്ടാക്കിയാലും പോകും. അപ്പോൾ നമുക്ക് അവിടെ ദൈവനാമത്തെ പൂജിതമാക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ വെട്ട്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണം. അത് രണ്ടാമത്തെ വെട്ട്. രണ്ടാമത്തെ ഉയർച്ച തന്നെ എങ്ങനെയാണ്? കുരിശിൻ്റെ രണ്ടാമത്തെ വെട്ട് എന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ. രാജ്യം എന്ന് പറയുന്നത് എന്താണ്? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വെയർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറണത്, അതാണ് ദൈവത്തിൻ്റെ ഭരണം. ഇപ്പം നമ്മുടെ അടുക്കളയിൽ പോലും നമ്മുടെ ഭരണമാണ്. ചില ചേട്ടത്തിമാരൊക്കെ കണ്ടിട്ടില്ലേ, ആശുപത്രി കൊണ്ട് കിടത്തിയാലും അവിടുന്ന് പനി ക്ഷീണവും വലിവൊക്കെ തീർന്നാലും തീർന്നില്ലാലും ചാടി ഓടി വീട്ടിൽ വന്ന് നിൽക്കണ കാണാം. അപ്പം നമ്മൾ ഓർക്കും, ദൈവമേ അപ്പം അവർ വന്നിട്ട് എന്താ പറയണത്?
3 ദിവസമായിട്ട് നിങ്ങൾ എങ്ങനെ കഴിഞ്ഞെന്ന് ഓർത്തിട്ട് എനിക്ക് ആശുപത്രി കിടക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പം നിങ്ങൾ പുറത്തുനിന്നല്ലേ കഴിച്ചത്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തുനിന്നല്ലേ കഴിച്ചത്, അതൊക്കെ ഓർത്ത് എനിക്ക് വിഷമമായിട്ട് ഞാൻ പോകുന്നതാണ്. അവരത് പോകുന്നതല്ല സംഭവം. അവർ പോകുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മരുമകൾ അടുക്കളയുടെ അധികാരം പിടിച്ചെടുക്കും. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം ഈ 3 ദിവസം ഇവരോടല്ല ചോദിക്കണത്, മരുമകളോടല്ല ചോദിക്കണത്, ചോറ് കറി കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് നടക്കണേ. പണ്ട് അമ്മയോടല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അധികാരം പോണ കാരണമാണ് ആശുപത്രിയിൽ നിന്ന് ഇവിടെ ഓടിക്കളഞ്ഞത്. ഇപ്പോൾ വീട്ടിൽ വന്ന് അധികാരം പിടിച്ചെടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു രാജ്യമാണത്. അതാണ് ലോകരാജ്യം എന്ന് പറയണത്. ഈ ലോകരാജ്യത്തിന് ഇപ്പം മരുമകൾ ചെയ്തോട്ടാ, അവൾക്കൊരു പേര് കിട്ടിക്കോട്ടെ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിലായി നമ്മൾ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പക്ഷേ വെട്ട് നമുക്ക് കിട്ടും. ഈ മരുമകൾ തന്നെ നമുക്കിട്ട് പണി തരും. കാരണം നമ്മുടെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇനി അവളുടെ അംഗം നമുക്ക് കാണേണ്ടി വരും. പക്ഷേ അത് നമുക്ക് കർത്താവിന് സമർപ്പിക്കും. പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഈശോനെ പോലെ സമർപ്പിക്കും. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു ജീവിതം, അടുക്കള, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ജീവിതം നമ്മൾ അടുക്കളയിൽ കാണിക്കുന്നതാണിത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും 2ാമത്തെ വെട്ടായി. 3ാമത്തെ എന്താ? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അതാണ് ഈശോ പറഞ്ഞത്. ഇതെല്ലാം ഒന്ന് തന്നെയാണോ? ഇതെല്ലാം അങ്ങയുടെ തിരുമനസ്സും അങ്ങയുടെ രാജ്യവും എല്ലാം ഒന്നാണ്. അങ്ങയുടെ തിരുമനസ് എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. സമർപ്പണമാണ് ശരിക്കും. ഇതാണ് സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ 3 വെട്ടായി. അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ജീവിതത്തിലെ പ്രയോഗിക്കേണ്ട കാലം വരുമ്പോഴേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തില് ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ചെയ്യാൻ പോകുന്നത് ജീവിത ദുരിതങ്ങൾ, ജീവിത സങ്കടങ്ങൾ, ഭൗതികമായ പ്രാരാബ്ധങ്ങൾ, ആ മേഖലയിൽ ദൈവികമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ. ഇപ്പം നമ്മൾ തത്സമയ ജപമാല എല്ലാ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ വൈകുന്നേരം 5 മണി മുതൽ, ഇനിയിപ്പോൾ അത് 4:30 പോവുകയാണ്, 4:30 മണി മുതൽ 5:30 മണി വരെ തത്സമയ ജപമാലയുണ്ട്. ലോകത്ത് എല്ലായിടത്തുമുള്ള സഹോദരങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ നേരിട്ട് കൃപാസന ആൾക്കാരെ കണ്ട് ഞങ്ങളോട് നേരിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലിരിക്കുന്ന അച്ഛനോടും സിസ്റ്റേഴ്സിനോടും ശുശ്രൂഷകരോടും നേരിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ആ പ്രാർത്ഥനയുടെ ലിങ്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ ഇമെയിലിലോട്ട് അപേക്ഷിക്കണം. നിങ്ങളുടെ ഇമെയിൽ ഞങ്ങളുടെ ഇമെയിലിലോട്ട് കൃപാസനം KLVR നിങ്ങളൊരു മെയിൽ സെൻഡ് ചെയ്താൽ മതി. എനിക്ക് ഇന്ന് വൈകുന്നേരം കണ്ട് പ്രാർത്ഥിക്കണം, ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളിതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ശുശ്രൂഷയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃപാസന ആൾക്കാരെയും കാണാം, ഞങ്ങളോടിപ്പോൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും, നമ്മുടെ സംസ്ഥാനത്തിലും ജില്ലകളിലും, ജർമ്മനി, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, കാനഡ, ഗൾഫ് രാജ്യങ്ങളെല്ലാം ആൾക്കാർ നേരിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ കൊന്തയുടെ സമയത്ത് ജപമാല 4:30 തൊട്ട് 5:30 മണി വരെയാണ് കൊന്ത സമയം. അപ്പോൾ ഇതുപോലെ ലിങ്ക് എടുത്തിട്ട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ സമയത്തിന് ഇപ്പോൾ ഇന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വഴി നേരിട്ട് ഈശോനോട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പറയുന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാനായിരിക്കണത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ദിവസമാണ് നമുക്ക് കുറേ നേരം, ഞാൻ 2 മണിക്കൂറൊക്കെ ഇരിക്കും. കാര്യം ജനങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുകയായിരിക്കും സ്ക്രീനില്ലേ. അപ്പോൾ ഓരോരുത്തർ ഞങ്ങൾ എടുത്തിട്ട് അവരോട് സംസാരിക്കും. അപ്പോൾ അവരെല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ രോഗശാന്തി അവിടെ വെച്ച് തന്നെ, രോഗസൗഖ്യമാണെങ്കിൽ, രോഗവിഷയമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കും. എന്ത് വിഷയമാണെങ്കിലും അവിടെ വെച്ച് തന്നെ ഓൺലൈനിൽ പ്രാർത്ഥിക്കും. നമുക്ക് തമ്മിൽ കണ്ട് സംശയം പ്രാർത്ഥിക്കാം. അത് ശനിയാഴ്ചയാണ് അച്ഛൻ ഇരിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളെല്ലാം അച്ഛന്മാർ സിസ്റ്റേഴ്സും മധ്യസ്ഥ പ്രാർത്ഥനാംഗങ്ങളുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജപമാലയാണ്, പരിശുദ്ധ അമ്മയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് വലിയ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടി സംസാരിക്കാനിടയായ പിന്നെ കാര്യങ്ങൾ ചെയ്യണത് ആരാണ്? അമ്മയായിരിക്കും. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് ഇങ്ങനൊരു സൗകര്യം കിട്ടിയത് എൻ്റെ സഹോദരങ്ങൾ
പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിനിപ്പോൾ മലയാളത്തിൽ തന്നെ ലൈറ്റ് ആക്കാൻ്റെ പേര് റിക്വസ്റ്റ് ഉണ്ട്. പണ്ടില്ലായിരുന്നു, ഈ ആഴ്ച തുടങ്ങിയതാണ്. ലോകത്ത് എവിടെ ഇരുന്നും ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പ്രാർത്ഥന നിയോഗം വെച്ച് മാതാവിൻ്റെ തിരുസന്നിധിയിൽ കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുമ്പോൾ ഒരു തിരി അവിടെ വന്ന് തെളിയും നിങ്ങൾക്ക്. അപ്പോൾ മലയാളത്തിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ സങ്കടവും പ്രാർത്ഥനയിട്ടാൽ ഒരു തിരി തെളിയും. നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ആ തിരിയുടെ പേര് മുമ്പുറത്ത് നിങ്ങളുടെ പേരുണ്ടാവും. ഇപ്പം ജോൺസൺ മൂവാറ്റുപുഴ തെളിഞ്ഞ് നിൽക്കും. അവിടെ 10 ദിവസം തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ 10 ദിവസം ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഏത് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞിട്ടൊരു കഥയുമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നിന്നെ പ്രയോജനപ്പെടുത്തിയുണ്ട്. കർത്താവിൻ്റെ സ്റ്റേ ബ്ലെസ്ഡ്, കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ സംവിധാനങ്ങളോട് നിങ്ങൾ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, അച്ഛാ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് എന്നോട് കഴിഞ്ഞ ശനിയാഴ്ച ഒരു മോള് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പിന്നെ വേറൊരു മോള് കരഞ്ഞാണ് പറഞ്ഞത്. എന്താണ്, അവരെന്തോ അഫെയറിൽ ചെന്ന് പെട്ടിട്ട് അവൻ ചതിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര നൊമ്പരം. നിങ്ങൾ ചാകുമെന്ന് ചെയ്ത് കേട്ടോ എൻ്റെ പേരിൽ. കർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളിതിനെല്ലാത്തിനെയും അതിജീവിക്കും. ഇനി അവനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ബദലായിട്ടുള്ള ആന്തരിക അഭിഷേകമുണ്ട്. അത് അതിനേക്കാൾ ഭയങ്കരമാണ്. അത് ഓൺലൈനിൽ നിനക്ക് കർത്താവ് തരും. നീ ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പോയി പണി നോക്കാൻ പറയും. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? മരിച്ചുയർത്തെഴുന്നേറ്റവരിലാണ് വിശ്വസിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഓർക്കണം. അതായത് വീടില്ലാത്തവർ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം വീടില്ലാത്ത ഒരവസ്ഥ വന്നാലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് ഒരു മോള്. എനിക്ക് ഭയങ്കര അതിനെ കണ്ണു പറഞ്ഞു പോയി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ പറയും ഞാൻ ഹോസ്റ്റലിൽ 5 കൊല്ലമായിട്ട് ഇപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുകയും അതിനുശേഷം പിന്നെ 3-4 കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. അപ്പോൾ 5-6 കൊല്ലമായിട്ട് ലീവിന് വരും. 6 മാസം കൂടുമ്പോഴൊക്കെ ലീവിന് വരും, വീട്ടിൽ വരും. അപ്പോൾ അവൾ പറയണേ, ഞാൻ ഓരോ ദിവസം വരുമ്പോഴും അപ്പൻ എന്നെ കാത്തു നിൽക്കും സന്ധ്യയ്ക്ക്. എന്നിട്ട് ഓരോ സന്ധ്യയ്ക്കും ഓരോ ലീവിനും വരുമ്പോൾ, സെമസ്റ്റർ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ അപ്പൻ ഓരോ പുതിയ വീട്ടിലാണ് കൊണ്ടുപോകണതെന്ന്. എന്താ കാര്യം? 6 മാസം കഴിയുമ്പോൾ അവർ പറഞ്ഞു വിടുമായിരുന്നു. ആ വാടക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുക, അല്ലെങ്കിൽ അവർ വാടകക്കാർ പറയും കൂടിയ വാടക കിട്ടാൻ വേണ്ടി അവരിവർക്ക് വേറെ ആൾക്കാർക്ക് വീട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ 6 കൊല്ലവും എൻ്റെ 12 വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കർത്താവിനോട് ഒരു ദിവസം ചോദിച്ച് ഉടമ്പടി ചെയ്തേച്ച് അമ്മയോട്, അമ്മേ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അലഞ്ഞ് നടക്കേണ്ടി വരുമോ? ഇതിനൊക്കെ ഒരു അറുതി അമ്മ വരുത്തത്തില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, അത് ആത്മാർത്ഥമായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അതാണ് ഈ ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കണം നമ്മൾ വായിക്കണം ആക്കുകൊണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയണത്. എന്നോട് എനിക്കാണത് ഒരു ഒറ്റ 21 ദിവസത്തിനുള്ളിൽ പുതിയ വീടെടുത്തവർ ദൈവത്തിൻ്റെ കാര്യം എന്തുമാത്രം മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് വീടില്ലെന്നൊക്കെ പറയുമ്പോൾ, പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ അവരൊക്കെ വലുതായി വരികയില്ല. അവർക്കൊരു അഭിമാനത്തോടെ ജീവിക്കാൻ, സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അതൊക്കെ നിസ്സാരമല്ലത്, വലിയ വലിയ കാര്യങ്ങളാണ്. ഇപ്പം മക്കളില്ല അച്ഛാ, വയറെ തൊട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കതും പെട്ടെന്ന് മനസ്സിലാകും. കാര്യം അവരുടെ വയറെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്താണ്? അവരിനി ചെയ്യാവുന്നെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കർത്താവ് വയറെ തൊടുമെങ്കിൽ തൊട്ട്. അതേ മാർഗ്ഗം ഉള്ളവർക്ക് വലിയ വലിയ ചികിത്സക്കുള്ള കാശില്ല. പക്ഷെ ഒരു കുഞ്ഞില്ലെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാനും പറ്റണില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷേ കർത്താവിൻ്റെ അടുത്ത് നമുക്ക് എല്ലാം പറയാം മക്കളെ. അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായം, ഇപ്പോൾ കുഞ്ഞില്ലാത്തവർ, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ വയറെ തൊട്ട് ഇപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലേ. വീടില്ലാത്തവർ, അതുപോലെ തന്നെ സ്ഥലമില്ലാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ ജോലി, ഇപ്പോൾ നമ്മൾ
തത്സമയം ജോമാരെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, അച്ഛാ ജോലിയില്ലച്ചാ, ഒരു വരുമാനം, എനിക്കും ജോലിയില്ല, ഭർത്താവിനും ജോലിയില്ല അച്ഛാ, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് തൊണ്ടയിടറണ കാണാം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഈ മേഖലയിലെല്ലാം കൃപാസന ജീവനോടെ എന്തുകൊണ്ട് നമ്മൾ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതണില്ല. ഞാൻ കുഞ്ഞുനാൾ പോലെ പ്രാർത്ഥിക്കുന്ന ആളാണ്, പക്ഷേ അമ്മ പ്രത്യക്ഷപ്പെടാനുള്ള യോഗ്യത ഉണ്ടോ? ഐ ഡോണ്ട് നോ. പക്ഷേ അമ്മ ഈ സമൂഹത്തിൽ പെടുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടതല്ലത്. നമ്മൾക്കുണ്ടാകുന്ന ദുരന്തങ്ങളുടെ മേൽ അമ്മയ്ക്ക് തീരുമാനമുണ്ടെന്നും അമ്മ അതിൻ്റെ മേലെ ഒരു പരിഹാരം അമ്മയുടെ കയ്യിലുണ്ട് എന്ന് അത് പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ നിന്ന് സംസാരിച്ചും സംഭാഷണം ചെയ്തും ദൈവത്തെ സമർപ്പിച്ചും വാങ്ങിക്കണം എന്ന് നമ്മൾ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാത്തിനും ഈ അൾത്താറ് നിനക്കൊരു സമാധാനം തന്നെയാണ്. ഇപ്പം തന്നെ കണ്ടേ, ഇപ്പം നേരത്തെ സ്റ്റുഡിയോയിൽ നടത്തിയപ്പോൾ 30,000 പേരാണ് ഒരു ശുശ്രൂഷ കൂടണത്. ഇപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇപ്പം 60,000 പേരായി. ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ നടത്തിയ ധ്യാനത്തിന് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 60,000 പേര് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അമ്മയുടെ അടുത്താരെ വരുമ്പോൾ വിഷയം മാറും. ആൾക്കാർക്കും അറിയാം, അച്ഛനെയും അറിയാം. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിരിക്കണം. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ഈശോ, വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, വഴിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, തെറ്റായ ബന്ധങ്ങൾ ചെന്ന് അകപ്പെട്ടു പോയവരെ, നിരാശപ്പെടുന്നവരെ, സാമ്പത്തികമായ തകർച്ച ഉള്ളവർ, ജോലി ഇല്ലാത്തവർ, മാരക രോഗികൾ കർത്താവെ, സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെയുള്ള രേഖാമൂലമുള്ള തടസ്സങ്ങളെ കൊണ്ട് ജോലി ലഭിക്കാത്തവർ, ജോലി നഷ്ടപ്പെടുന്നവർ കർത്താവ്, തിരിച്ചു വരുന്നവർ, ക്വാറന്റൈൻ താമസിക്കുന്നവർ കർത്താവെ, കോവിഡ് തന്നെ വന്നിട്ട് ഒരു വീട്ടിൽ 2 പേർക്ക് വരെ വന്ന വാർത്തകൾ നിങ്ങൾ വായിച്ചു കർത്താവെ, സങ്കടം കൊണ്ട് കണ്ണീരെ പ്രാർത്ഥിക്കുന്നു ഈശോ. വ്യത്യസ്തമായ രോഗങ്ങൾ, മാരക പീഡ, മക്കളെ, ഈ അകന്നുപോയ ബന്ധങ്ങൾ, കുടുംബ സമാധാനം ഇല്ലാതെ എപ്പോഴും വീട്ടിൽ വഴക്ക്, അത് അവർ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ ചില കുരുക്കുകളില്ലേ, അതിൽ നിന്ന് അവർ മാറാൻ തീരുമാനിക്കണില്ല. പക്ഷേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുകയും ചെയ്യണം. അവർ വെള്ളമടി മാറ്റത്തുമില്ല, എന്നാൽ ബാക്കിയുള്ളവരെ സഹിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ കുരുക്ക് പിടിച്ച കുടുംബങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സാമ്പത്തികമായ കടങ്ങളൊക്കെയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ദുർച്ചെലവിന് ഒരു അറുതിയുമില്ല. സാമ്പത്തികമായ കടങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കന്നേ കാളയെ പോലെ കാറിക്കൂപ്പി നടക്കുന്നുണ്ട്, പക്ഷേ ദുർച്ചെലവിനൊരു അറുതിയുമില്ല. പള്ളി പോണെങ്കിലും കാറെടുത്തേ പോകത്തുള്ളൂ, മര്യാദയ്ക്ക് നടന്നു പോകത്തില്ല. 100 രൂപയുടെ പെട്രോൾ അങ്ങനെ കത്തിക്കും. ഇങ്ങനെ വിഷമസന്ധി ചെന്ന് ചാടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ സങ്കടങ്ങളുമാണ്, പക്ഷേ വീണ്ടും ഈ ഷുഗർ രോഗമൊക്കെയാണ്, പിന്നെയും ശർക്കരയും പഞ്ചാരയും തിന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ മനുഷ്യന്മാർ ചെന്നിരിക്കുന്ന ചില നാശക്കുഴികളുണ്ട്. അവിടെ എല്ലാം ഡെലിവറി ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാവിധ ജീവിത ദുരിതങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങളെ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, ഈശോ നിന്റെ വിശുദ്ധമായ തിരുമുഖം പറഞ്ഞു തരാം കർത്താവേ. രോഗികളുടെ മേൽ, ത്വക്ക് രോഗികളുടെ മേൽ വെക്കണമേ കർത്താവേ. പൊറുക്കാത്ത കരിയാത്ത വ്രണങ്ങളുടെ മേൽ കർത്താവ് രക്തം തളിക്കപ്പെടട്ടെ. തലവേദനയുള്ളവര്, ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, വെരിക്കോസ് അസുഖമുള്ളവര്, അസ്ഥി രോഗികള് യേശുക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. കർത്താവേ മോചിക്കണേ എല്ലാ രോഗങ്ങളെയും, ഈശോയെ സുഖമാക്കണേ എല്ലാ തിന്മകളിൽ നിന്നും. കർത്താവേ മോചിക്കണേ എല്ലാ രോഗങ്ങളെയും, ഈശോയെ സുഖമാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാപന ആശീർവാദം മുട്ടകുത്തുക.
വീണ്ടും എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നമുക്ക് ഉടമ്പടി ധ്യാനമുണ്ട്. 10:15 ജപമാല, 10:30 വിശുദ്ധ കുർബാന, 11:30 ഉടമ്പടി ആരാധന. ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും 4:30 തത്സമയ ജപമാല കൃപാവരയജ്ഞം. നമ്മുടെ ഫേസ്ബുക്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങളത് ഉപയോഗിച്ച് ഈ തത്സമയ കൃപാവരയജ്ഞത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് കണ്ടിട്ട് കൃപാസനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരമാണത്. അത് ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്കത് വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ 22,000 പേരാണ് കഴിഞ്ഞ ശനിയാഴ്ച പങ്കെടുത്തത്. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 2 കൈകൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു,